നമസ്കാരം. വാഹന വിൽപ്പന നടന്നു കഴിഞ്ഞാൽ എത്രയും വേഗം ഉടമസ്ഥാവകാശം മാറ്റണമെന്ന് മോട്ടോർ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. വാഹന വിൽപ്പന നടന്നു കഴിഞ്ഞാൽ എത്രയും വേഗം ഉടമസ്ഥാവകാശം മാറ്റണമെന്ന് മോട്ടോർ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വാഹനവുമായി സംബന്ധിച്ച് ഏത് കേസ് നടന്നാലും ഒന്നാം പ്രതി RC ഓണറാണ്. വാഹനം കൈമാറി 14 ദിവസത്തിനുള്ളിൽ തന്നെ ഉടമസ്ഥാവകാശം മാറ്റുവാനുള്ള അപേക്ഷ RTO ഓഫീസിൽ നൽകിയിരിക്കണം. തുടർന്ന് ഉടമസ്ഥാവകാശ ഫീസ് അടച്ച് നടപടികൾ പൂർത്തിയാക്കണം. 15 വർഷം കഴിഞ്ഞ വാഹനമാണെങ്കിൽ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ പേരിൽ സത്യവാങ്മൂലം നൽകിയിരിക്കണം. വാഹനത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് വാഹനം വാങ്ങുന്നയാൾ ഉറപ്പുവരുത്തേണം. വാഹനം വിറ്റ ശേഷമുള്ള പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. മറ്റൊരു അറിയിപ്പ്, ആധാർ എൻറോൾ പുതുക്കൽ, തെറ്റുതിരുത്തൽ എന്നിവയ്ക്കായി ഇനി പത്തനംതിട്ട ജില്ലയിലെ വിദ്യാർത്ഥികൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകേണ്ടതില്ല. ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിർബന്ധിത ആധാർ ബയോമെട്രിക് ക്യാമ്പിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചു. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ, ആധാറിലെ തെറ്റുതിരുത്തൽ തുടങ്ങിയ ആധാർ എൻഗേജ്മെന്റ് തുടങ്ങിയവയ്ക്കുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.